പ്രതിപക്ഷ നേതാവൊക്കെ ഇവിടെ വന്നിട്ട് മുസ്ലിം സംഘടനകളുമായിട്ട് സംസാരിച്ചു. അവരല്ല ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവിടെ ഈ മുൻപത്ത് വന്നൊരു പ്രസംഗം നടത്തിയിട്ട് പോയി. പക്ഷെ ഇന്നത്തെ പേപ്പറിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ കണ്ടു സമസ്തയുടെ റിപ്പോർട്ട് ഇത് വഖഫ് ഭൂമിയാണ്. സമസ്തയുടെ പത്രത്തിലുണ്ട്, അവരുടെ സ്വന്തം പത്രത്തിൽ ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഇത് വഖഫ് ഭൂമി അല്ല എന്നാണ് അവർ പറയുന്നത്. ഇത് മറ്റൊരു ലക്ഷ്യമല്ല. ഈ വരാൻ പോകുന്ന മാസം വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് വരികയാണ്. അതുവരെ ഇതൊരു വലിയ വിഷയം അല്ലാതാക്കിയത് എങ്ങനെയും സപ്രസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ആ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നിലപാട് വരും. പിന്നെ വഖഫ് ഭേദഗതി നിയമം വന്നാൽ ഇവരെന്ത് നിലപാട് മാറ്റിയാലും മുനമ്പൻ ജനതയും അതോടൊപ്പം വഖഫ് ഇതുവരെ കണ്ണുവച്ചിട്ടുള്ള ഏതൊക്കെ ഭൂമിയുണ്ടോ അവിടെയെല്ലാം അവരെ സംരക്ഷിക്കാനുള്ള നിലപാട് വഖഫ് ഭേദഗതി നിയമത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് മേടിച്ചിട്ടുണ്ട്. നിയമം പാസ്സാകുന്നുള്ള കാര്യത്തിൽ 100%. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടക്കില്ലാത്തൊരു കാര്യം പ്രസ്താവിക്കാറില്ല. തീർച്ചയായിട്ടും നടപ്പിലാവും. ഞാൻ മിനിഞ്ഞാന്ന് കേരളത്തിന്റെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവായിട്ട് ഒരു 1.5 മണിക്കൂറോളം വിശദമായി ഇത് മുനമ്പത്തെ സംബന്ധിച്ച് ഏറ്റവും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടിയാണ് എന്നെ കണ്ടത്. കാരണം ജനിച്ച ഭൂമി 100 വർഷം കഴിഞ്ഞ് ഇവർ വില കൊടുത്ത് വാങ്ങി. അത് കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികേടാണ്. അപ്പൊ അത് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമാണ്. ജനിച്ച ഭൂമിയിൽ നിന്ന് പൊസഷനുള്ള ഭൂമിയിൽ അവർ വില കൊടുത്ത് വാങ്ങിയെന്ന് പിന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യേണ്ട ഒരു ഗതികേട് മുനമ്പത്ത് മാത്രം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുനമ്പ് ഈസ് എ പെക്യുലർ കേസ്, അത് സ്പെഷ്യൽ കേസാണ്. അത് അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ട നിലപാട് സ്വീകരിക്കുമെന്ന് ഞാനല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബിജെപിന്റെ ഒരു സപ്പോർട്ട് ആദ്യം മുതലേ ഈ ഒരു സമരസമിതിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ആരാ ഉണ്ടായിരുന്നത്? നിങ്ങളും ഉണ്ടായിരുന്നു, ഞങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? കുട്ടൻ സ്റ്റീവി ഒരു ശക്കീന ചാനലും ജനവും, വേറെ ആരും ഇല്ലായിരുന്നു. ഇപ്പൊ എല്ലാവരും ഉണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. സർക്കാർ സമയോചിതമായി ഇടപെടാത്തത് കൊണ്ട് ബിജെപി ഇവിടെ മുതലെടുപ്പ് നടത്തുകയാണെന്നുള്ള ഒരു ആരോപണം ബിജെപിക്ക് മുമ്പേ. ബിജെപി എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ മുതലെടുപ്പെന്ന് ആര് വിളിച്ചാലും അത് ഈ സമരസമിതിക്ക് ബോധ്യമുണ്ട്. ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളവരോട് ഇവിടെ ആരും മൈൻഡ് ചെയ്യാതെ ബിജെപി ഏറ്റെടുത്ത് ഈ വിഷയത്തെ വഖഫ് ഭേദഗതി നിയമത്തിനോട് ബന്ധിപ്പിച്ചപ്പോഴാണല്ലോ ഇവർക്ക് നോക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ മുൻപത്തെ ഈ ഒരു ഭാഗം കാണുന്ന വേളാങ്കണ്ണി പള്ളിയിലെ ഒരു അച്ഛനും ഒരു 10-500 പേരും കൂടെ കുത്തിയിരിക്കുക. അവരുടെ സമരത്തിൽ ഒരു പത്രത്തിന്റെ കോണിൽ വരാറില്ലായിരുന്നു, ഒരു ചാനലിന്റെ മൂലയിൽ വരാറില്ലായിരുന്നു. ആ വിഷയത്തിൽ ഇപ്പൊ ദേശീയ തലത്തിലേക്ക് ഉയർന്നപ്പോ ഇവർക്ക് നോവുന്നുണ്ട്. ഇനിയും നോവും. കാരണം ഈ വിഷയത്തെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ വന്നപ്പോ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ എതിർത്ത ആളാ. ഇതേതോ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ എന്തോ പുറത്താക്കാൻ വേണ്ടി എടുത്ത ഒരു നിയമമാണ്, അങ്ങനെയാണ് വിചാരിച്ച്. പൗരത്വ ഭേദഗതി നിയമം വന്നു. ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ? 10-35 കോടി 30 കോടിക്ക് മുകളിൽ മുസ്ലിം സഹോദരങ്ങളുള്ള രാജ്യമാണ്. ഈ രാജ്യത്തെ ഒരു മുസ്ലിമിന് എന്തെങ്കിലും സംഭവിച്ചോ? മാത്രമല്ല മുസ്ലിം വിരുദ്ധനെന്ന് മുദ്ര കുത്തിയ, മതഭീകരനെന്ന് മുദ്ര കുത്തിയ നരേന്ദ്രമോദി ഈ നാട് ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഒരു വർഗീയ കലാപമെങ്കിലും ഈ നാട്ടിലുണ്ടായോ? ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പർപ്പസ്ഫുള്ളി ഉപദ്രവിച്ചതായിട്ട് നമുക്ക് പ്രകടമായി ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകില്ലെങ്കിൽ, പക്ഷെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ സമീപനം ഒരെണ്ണം കാണിച്ചു തരാൻ പറ്റുമോ? ഏത് ക്രിസ്ത്യാനിക്കെതിരെയോ മുസ്ലിമിന് കാണിച്ചു തരാൻ പറ്റില്ല. അത് ഏകപക്ഷീയമായ പ്രശ്നങ്ങൾ പല നാട്ടിലുണ്ടാക്കാം. പക്ഷെ അല്ലാതെ നിങ്ങൾക്കറിയാം അങ്ങനെ എത്രയോ നിയമങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇത് ഈ നാടിനെ മൊത്തം കൊള്ളയടിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷന് മുകളിലൊരു നിയമം നിർമ്മിക്കപ്പെട്ടാൽ അത് തിരുത്തുക തന്നെ ചെയ്യും. ബിജെപി അത് ചെയ്യും. 22-ാം തീയതി മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിസഭാ യോഗത്തെ എങ്ങനെയാണ്? മന്ത്രിസഭാ യോഗം കോംപ്രമൈസ് എന്നാ പറയുന്നത്. കോംപ്രമൈസ് നമ്മൾ തയ്യാറാണ്. പക്ഷെ ആദ്യം പറയേണ്ടത് ഇത് വഖഫ് ഭൂമിയല്ല. വഖഫ് ഭൂമിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കോംപ്രമൈസിന്റെ ഉദ്ദേശം വഖഫിന് ഇതിന് പകരം വസ്തു കണ്ടെത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ലാൻഡ് അക്വയർ ചെയ്ത് ഈ ലാൻഡ് പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ലാൻഡ് അക്വയർ ചെയ്ത് പട്ടയം കൊടുക്കാന്ന് വെച്ചാൽ ഈ വസ്തു സർക്കാർ പണം കൊടുത്ത് വഖഫ് ബോർഡിന്റെ നിന്നും ഫാറൂഖ് ബോർഡിന്റെ നിന്നും മേടിച്ചിട്ട് ഇവർക്ക് കൊടുക്കുക. അപ്പൊ ഇവർ നിർമ്മിച്ച വീടിനും ഇവരുടെ വസ്തുവിനും വീണ്ടും സർക്കാർ അവർക്ക് വില കൊടുക്കുന്നു, പട്ടയം കൊടുക്കുന്നു. അപ്പൊ വീണ്ടും പൈസ ആർക്ക് പോകും? വഖഫിന് പോകും. അപ്പൊ വഖഫിന് വീണ്ടും പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ കള്ളത്തരമായിട്ട് മുഖ്യമന്ത്രി ഇറങ്ങി അത് മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കത്തുള്ളൂ.